ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ SJ ഫാമിലി. അത് ഇപ്പോൾ ഞാനൊന്ന് അടിപൊളി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബട്ടർ നാനിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ അതായത് കബ സ്റ്റൈല് ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തായിട്ട് ഉണ്ടാക്കി നോക്കുക, നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻ്റ് അറിയിക്കുക, എല്ലാം അറിയിക്കുക. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഒരു ലൈക്കും കൂടി എനിക്ക് തരണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിന്ന് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു കഷ്ണം ബട്ടറിൻ്റെ കഷ്ണവും കൂടി ഇട്ടിട്ടാണ് മെൽറ്റാക്കി എടുക്കാൻ പോവാണ്. ബട്ടറിൻ്റെ വെച്ചുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇതിൽ. ഇപ്പം ഞങ്ങളത് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും അതിൻ്റെ പോലെ ഒരു കഷ്ണം ബട്ടറും ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. ഇപ്പോൾ ഉണ്ട് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കാൻ പോകുന്നത്. നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് പൊട്ടിക്കട്ടോ. അപ്പോൾ നല്ല ജീരകം ഇട്ട പാടെ നമ്മൾ എണ്ണ നല്ല ചൂടായതുകൊണ്ട് നല്ലോണം നല്ലോണം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ 1.5 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് നമ്മളൊന്ന് അതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലോണം റോസ്റ്റാക്കിയിട്ട് ആദ്യം റോസ്റ്റായി പോകണ്ട, ഒന്ന് അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മറക്കരുത്, എണ്ണ പാരുക, അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുക, അതിൻ്റെ അപ്പുറം കുറച്ച് നല്ല ജീരകം ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കുക, ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സാക്കി അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി വരുന്നവരെ നമുക്ക് അതിനെ നല്ലോണം കരിയാതെ നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കുക. ഒട്ടും കൈവെക്കാണ്ട് ഇളക്കിയാൽ തന്നെ നമുക്ക് എന്താ പറയുക, കരിയാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരുപാടായിട്ട് വീഡിയോ ഇട്ട് ഇന്നലെ മുതൽ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുക കേട്ടോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് എന്താ പറയുക, നമ്മളെ വെളുത്തുള്ളി നല്ലോണം പച്ചച്ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിന് നമ്മൾ നമുക്ക് എത്ര ചിക്കനാണ് ആവശ്യമുള്ളത് ആ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിലും നമ്മൾ ഒരു കഷ്ണം പീസ് ബട്ടറിൻ്റെതും വെളുത്തുള്ളിയിലും എല്ലാം ഇഞ്ചിയിലും ഒക്കെ നമ്മൾ എന്താക്കുക, ചിക്കന് കോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും ചിക്കന് കോട്ടാക്കി എടുക്കുക. അപ്പോൾ ചിക്കൻ ഒരു 30 സെക്കൻഡോളം ചിക്കൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിന് ചിക്കൻ്റെ കളറ് വൈറ്റ് കളറായി മാറും. അപ്പോൾ നമ്മൾ വൈറ്റ് കളറാകുന്ന വരെ നമ്മൾ ചിക്കൻ ഒന്ന് എല്ലാം കൂടിയായിട്ടൊന്ന് കോട്ടാക്കി മിക്സാക്കുക. അപ്പോൾ നല്ലോണം ചിക്കനൊക്കെ നല്ല വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി മസാലപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. കുറച്ച് മസാലപ്പൊടി മതി കേട്ടോ. അപ്പോൾ അതൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ തന്നെ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി. ഇപ്പോൾ മറക്കണ്ട, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ തന്നെ മുളക് പൊടി, 2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൽ എന്താ പറയുക, നമ്മൾ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് നമ്മുടെ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ നമ്മൾ എന്താക്കുക, ഗരം മസാലയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് എത്ര ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ എന്താക്കുക, ഈ ചിക്കനും മുഴുവൻ നന്നായിട്ട് രണ്ടാമതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ മസാലകളൊക്കെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ നമുക്കിതിൽ നല്ലോണം വറുത്തെടുക്കാം. കുക്കിങ്ങിനോട് ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് പണി ചെയ്യുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സാധനം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കുക്കിങ്ങിനോടൊക്കെ ഒരു താല്പര്യം തോന്നും. പിന്നെ മടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക, ഒരു മോട്ടിവേഷൻ നൽകാവുന്ന രീതിക്കായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ അത് സ്വീകരിക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് മടിയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയാൽ നമ്മൾ മടി പെട്ടെന്ന് ഇല്ലാണ്ടാക്കുക. എന്താ, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതിലേക്കാണ് നമുക്ക് കൂടുതൽ എന്തിലിഷ്ടപ്പെട്ടാലും നമ്മൾ കുക്കിങ്ങിലേക്ക് ഇറങ്ങിയാൽ തന്നെ നമ്മൾ ഒരുവിധം മടികളൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും കേട്ടോ. കാരണം കുക്കിംഗ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇഷ്ടമുള്ള ചെറിയ സാധനം കൊണ്ട് തുടങ്ങുക, അതിലിങ്ങനെ ഓരോ സാധനം ഉണ്ടാക്കി പരീക്ഷിച്ച് വെക്കുക. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻസ് അതൊക്കെ നമ്മളെ വല്ലാണ്ട് എന്താ പറയുക,
വല്ലാണ്ട് സന്തോഷിപ്പിക്കും. അപ്പോൾ എന്താക്കുക എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ ഈ വീഡിയോ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അവരത് ഉണ്ടാക്കി നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്താക്കുക നമ്മൾ അതിലേക്ക് മസാല നന്നായിട്ട് ചിക്കനിൽ കോട്ടായി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് എത്ര ഉള്ളിയാണ് നമുക്ക് ആവശ്യം. ഞാനിപ്പോൾ ഇവിടെ 1.5 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആ ഉള്ളി മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കുറച്ച് മതി കേട്ടോ. കാരണം നമ്മൾ മുളക് പൊടി ചേർത്തത് കൊണ്ട് കുറച്ച് പച്ചമുളക് മതി. പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടി എല്ലാ സ്ഥലത്തും നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇതേ സമയത്തിന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിക്കനൊന്നും ഉപ്പ് പിടിക്കാതായിപ്പോൾ അപ്പോൾ എന്താക്കാം നമുക്കതിലേക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഇത് എന്താ പറയുക ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതെല്ലാം ഫുള്ള് കോട്ടായതിന് ശേഷം എല്ലായിടത്തും എന്താ പറയുക ഉള്ളിയും മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളി ആവശ്യത്തിനുള്ള തക്കാളി ഒരൊന്നര തക്കാളി മതിയാവും കേട്ടോ. അപ്പോൾ 1.5 തക്കാളി എടുത്ത് നല്ല ചെറുതാക്കി മുറിച്ചിട്ട് നമ്മൾ എന്താക്കുക അതിനെ മുകളിലിട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാനത് മിക്സ് ആക്കുന്നില്ല. ഇതിൻ്റെ അപ്പുറം കുറച്ച് വെള്ളം കൂടി ഞാൻ സൈഡിൽ കൂടെ പാരുന്നുണ്ട്. എന്താ നമ്മുടെ അടിയിൽ പിടിക്കാൻ നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി പാർന്നു, അതായത് നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം പാർന്നു കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രേവി എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം പാർന്ന് തക്കാളി ഞാനിപ്പം മിക്സ് ആക്കുന്നില്ല. ഒന്ന് അതിൽ തന്നെ ഒന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എന്താക്കുക ഒന്നായിട്ട് ഇളക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ നല്ലോണം തിളച്ച് അതിലുള്ള നീരൊക്കെ നല്ലോണം മിക്സ് എന്താ പറയുക നമ്മുടെ കറിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എല്ലാ ഭാഗത്തും നല്ല അടിപൊളിയായിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര വെള്ളമാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്ര വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് അധികം നേരം ഇത് ഞാൻ കുക്ക് ചെയ്യുന്നില്ല. കാരണം ചിക്കൻ പെട്ടെന്ന് വേകുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ എന്താക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം മിക്സ് ആക്കുന്നു അത്രത്തോളം നമ്മളെല്ലാം നന്നായിട്ട് കോട്ടായി വരും. അപ്പോൾ നമുക്ക് എത്രത്തോളം മിക്സാക്കാൻ കഴിയും അത്രത്തോളം നമ്മളത് മിക്സാക്കി എടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എടുത്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ തന്നെ നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. അപ്പം കാരണം നമ്മൾ മസാലകളൊക്കെ ചേർത്തതാണ്. ഇനി കുറച്ച് സാധനങ്ങളെ ചേർത്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ബട്ടർ നാൻ സൂപ്പറാണ്, അടിപൊളി പെർഫെക്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ബട്ടർ നാൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ SJ ഫാമിലി യൂട്യൂബ് ചാനൽ SJ ഫാമിലി ബട്ടർ നാൻ റെസിപ്പി അടിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ടത്തൈരാണ് ഒഴിക്കേണ്ടത്. എൻ്റെ അടുത്ത് കട്ടത്തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ തൈര് കുറച്ച് മാത്രം എടുത്തതാണ്. കട്ടത്തൈര് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കപ്പ് കട്ടത്തൈര് എടുക്കുക. നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പുളിയുള്ള തൈര് അതിനെക്കൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. അപ്പോൾ ഞാൻ ആ തൈര് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഇത് കുറച്ച് അധികം ഇടണം. കാരണം ഇതിൻ്റെ ഒരു ചുവ നമുക്ക് ഈ കറിയിൽ മുഴുവനായിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താക്കുക നല്ല അധികം മല്ലിച്ചപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് തൈരൊക്കെ ഒന്ന് മിക്സ് ആകുന്നത് വരെ നമ്മളതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ വേണ്ട നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ മല്ലിച്ചപ്പ് കുറച്ച് അധികം ഇടണം കേട്ടോ. പിന്നെ നമ്മൾ വേറെ ഇലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് കുറച്ച് അധികം ആക്കിയിടണം. നമുക്കിതൊന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മളെ കറിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെ ചേർത്താനൊന്നുമില്ല, എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളെ കബാബ് സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക. വളരെ വീട്ടിലുള്ള ഒരുവിധ സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതിൽ സ്പെഷ്യലായിട്ട് ഒരു സാധനം നമ്മൾ ചേർത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് കസൂരി മേത്തി അതിൻ്റെ മേലെ നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ കേട്ടോ. വളരെ കുറച്ച് മാത്രം കസൂരി മേത്തി ഉള്ളവർക്ക് മാത്രം, ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതായിട്ട് പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താക്കിയത് നമ്മളെ കബാബ് സ്റ്റൈൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണ്. നമ്മളെ ബട്ടർ നാൻ സൂപ്പറാണ്. അപ്പോൾ ബട്ടർ നാനും ഈ കബാബ് സ്റ്റൈൽ ചിക്കൻ കറി നിങ്ങൾ എന്തായാലും ഒന്ന് റെഡിയാക്കി വെക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നല്ലോണം സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്കെങ്കിലും ഒരു കമൻറ്റെങ്കിലും ഇടാതിരിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനിയും പുതിയ വീഡിയോസ് ആയി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. ബൈ ബൈ.